തോന്നുന്നു നിങ്ങൾ അത്ര സ്ട്രോങ് ആണ് അറിയുന്നോട് ചിലപ്പോൾ പേടിച്ച് മാറി നിൽക്കും. നിങ്ങൾ മാന്തി നിങ്ങൾ മാന്തും എന്ന് വിചാരിച്ച് ആ പേടിയിൽ മാറുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളത്തേക്ക് മാന്തി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഫെയിം അടച്ചിട്ട് ലൈക്ക് ഇവിടെ ഒരു ഫെയിം അല്ല. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ക്ലിപ്പ് സീക്രട്ട് ഏജന്റ് നന്ദന, നൂറ ഇവർ 3 പേരും ഇന്ന് രാവിലെ നടന്നിട്ടുള്ള സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് കേട്ടോ. പക്ഷേ ഈ കോൺവെർസേഷൻ കൊണ്ടുവന്ന് എത്തുന്നത് നിങ്ങൾ ഫസ്റ്റ് കണ്ട ക്ലിപ്പിലെ പോലെ എന്തുകൊണ്ടാണ് ബാക്കി ഹൗസിലുള്ള മെമ്പേഴ്സ് അല്ലെങ്കിൽ എസ്പെഷ്യലി ജാസ്മിൻ ജാഫർ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അല്ലെങ്കിൽ സായിക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു കാര്യമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാനോ സ്ക്രീൻ സ്പേസ് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നത്. കാരണം അവിടെ ആരും സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായിനെ ഒരു പ്രത്യേക ഒരു 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 ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പോലും അവിടെ കാണുന്നില്ല. അതിനുള്ള റീസണാണ് നോറ പറഞ്ഞിട്ടുള്ളത്. 2 പോസിബിലിറ്റിയാണുള്ളത്. എനിക്കും ചെറിയൊരു സത്യമായിട്ട് തോന്നി. കാരണം വെച്ചാൽ അതിലെന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. ഒന്നുകിൽ ഇവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം സായിക്ക് എന്തെങ്കിലും സായിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉള്ളതുകൊണ്ടും ഒരുപാട് ബിഗ് ബോസിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടും പ്രത്യേകിച്ച് സീക്രട്ട് ഏജന്റ് എന്നുള്ളൊരു ബ്രാൻഡ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർക്കിടയിലൊക്കെ ഇവരൊക്കെ അടുത്ത് റോസ്റ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും രീതിയിൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കയറി മാന്താൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടാണോ, അതല്ലെങ്കിൽ സെക്കൻഡ് പോസിബിലിറ്റി പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സ്ക്രീൻ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് അതിൻ്റെ മേലെ പിടിച്ച് കയറും എന്നുള്ളൊരു കാര്യം കൊണ്ട് ഡെലിബറേറ്റ്ലി സീക്രട്ട് ഏജന്റിനെ ഒരു സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതാണ്. ഈ 2 പോസിബിലിറ്റിയാണ് നോറ പറയുന്നത്. എനിക്കും തോന്നിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്ന വൈൽഡ് കാർഡുകളിൽ അധികം കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഇതുവരെ സീക്രട്ട് ഏജന്റ് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഒരുപാട് ഡിപ്ലോമസി കീപ്പ് ചെയ്തിട്ടും ഒരുപാട് പേരെ സൂചിപ്പിച്ചിട്ടും നല്ല രീതിയിൽ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത വ്യക്തിയായിട്ട് കുറച്ചു അങ്ങനെ നിന്ന് പോകണം എന്നുള്ള രീതിയിലാണ് സീക്രട്ട് ഏജന്റ് ഇപ്പോൾ അതിനുള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 പോസിബിലിറ്റിനെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എന്തുകൊണ്ടായിരിക്കാം സീക്രട്ട് ഏജന്റ് അല്ലെങ്കിൽ സായി കൃഷ്ണനെ അവിടെ ഒരു സ്പേസ് കിട്ടാതിരിക്കുന്നത്? അതോ സ്വയം എല്ലാത്തുനിന്നും വിട്ടുനിന്ന് കുറച്ച് ദിവസം അങ്ങനെ എല്ലാവരും പ്രീതിപ്പെടുത്തി നിന്ന് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.